ലോകം ഉറ്റുനോക്കിയ ഇസ്ലാമാബാദ് സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി പുതിയ തലത്തിലേക്ക്. ഭീഷണിക്കോ സമ്മർദ്ദത്തിനോ വഴങ്ങി ചർച്ചയ്ക്കില്ല എന്ന ഇറാൻ പ്രസിഡന്റ് മസൂദിന്റെ നിലപാടും ഇറാൻ ഒത്തുതീർപ്പിന് തയ്യാറാകാത്തതിനാലാണ് ചർച്ച വേണ്ടെന്ന് വെച്ചതെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയും നയതന്ത്ര നീക്കങ്ങളെ നിശ്ചലമാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ നടക്കാനിരുന്ന നിർണായക ചർച്ചകളിൽ നിന്നാണ് അമേരിക്കൻ സംഘം പിന്മാറിയത്. ചർച്ചകൾക്കായി പാകിസ്ഥാനിലേക്ക് പോകേണ്ടതില്ലെന്ന് തന്റെ പ്രതിനിധി സംഘത്തിന് ട്രംപ് കർശന നിർദ്ദേശം നൽകി. ഇറാൻ നേതൃത്വത്തിൽ ആരാണെന്ന് അവർക്ക് പോലും അറിയില്ല എന്നും ആവശ്യമെങ്കിൽ ഇറാൻ തങ്ങളെ ഇങ്ങോട്ട് വന്ന് സമീപിക്കട്ടെ എന്നുമാണ് ട്രംപിന്റെ നിലപാട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഒമാനിലെത്തി നയതന്ത്ര ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ പിന്മാറ്റം വലിയ തിരിച്ചടിയായി. സമാധാന നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി കൈമാറാനായിരുന്നു ഇറാന്റെ പദ്ധതി. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം നീക്കാതെ യാതൊരുവിധ നേരിട്ടുള്ള ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ലെന്ന് പ്രസിഡന്റ് മസൂദ് വ്യക്തമാക്കി. ഉപരോധത്തിലൂടെയോ ഭീഷണിയിലൂടെയോ ഇറാനെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാമെന്ന് ആരും കരുതേണ്ടെന്നും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നതിനേക്കാൾ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിനാണ് പ്രാധാന്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തന്റെ കർക്കശമായ ഈ നിലപാടുകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പശ്ചിമേഷ്യൻ വിഷയത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാടുകളെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ഇപ്പോൾ നടക്കുന്നത് തികച്ചും അനാവശ്യമായ യുദ്ധമാണെന്ന് കുറ്റപ്പെടുത്തി.